യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോബിനച്ചനോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് ബ്രദർ സജിത് ജോസഫാണ്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിയായി അനേക രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ബ്രദർ സജിത് ജോസഫ് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ പ്രത്യേകം കത്തോലിക്ക സഭയോട് പുനരയിക്കപ്പെട്ടിട്ട് 1 വർഷം തികയുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരം ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന ബ്രദർ സജിത് ജോസഫിൻ്റെ അനുഭവങ്ങൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ പ്രത്യേകം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്യുവാനും ശ്രമിക്കണേ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യെസ് അറ്റ് ഹോം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രദർ സജിത് ജോസഫ് ഒത്തിരി സ്നേഹത്തോടുകൂടെ കൃപാസനത്തിലേക്ക് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പേരിലും എല്ലാ ശുശ്രൂഷകളുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ബ്രദർ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നിട്ട് 1 വർഷം തികയുകയാണ്. ഈ 1 വർഷ കാലയളവിൽ സഭയിലായിരുന്നതുകൊണ്ട് ബ്രദറിന് ലഭിച്ച ആത്മീയമായിട്ടുള്ള കൃപകളെക്കുറിച്ച്, ഉൾക്കാഴ്ചകളെക്കുറിച്ച് ഒന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? ശരിക്കും വെച്ചാൽ അതൊരു നവമായ അനുഭവം തന്നെയാണ്. 1 വർഷമായി എന്നുള്ളതല്ല, ശരിക്കും നമ്മളൊരു 7 വർഷത്തെ ഒരു യാത്രയായിരുന്നു. അപ്പം 1 വർഷമായുള്ള ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടെങ്കിലും ഞാൻ ഈ കത്തോലിക്ക ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയിട്ട് 7 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യവും അതിനുള്ള സമയവും പരിശുദ്ധാത്മ നിയന്ത്രണവും ഒക്കെ ഉണ്ടായത്. സഭയിലേക്ക് വന്ന ശേഷം പുതുതായി ലഭിച്ചത് എന്ന് പറയത്തക്ക തരത്തിലുള്ളത്, എനിക്ക് എന്താണോ മിസ് ചെയ്തിരുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് നമുക്കറിയാം, ഇപ്പം പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു ഭാഗമാണ് മരിയോളജി, അങ്ങനെയുള്ള പഠനങ്ങൾ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു വാത്സല്യം, അമ്മ വഴിയായിട്ടുള്ള ഒരു ദൈവബന്ധം, അത് എനിക്ക് സഭയിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ഒരു പരിഭാവനത, മറ്റേത് അപ്പവും വീഞ്ഞും ജസ്റ്റ് ഓർമ്മ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഇത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളാണ്, ഓർമ്മയല്ല, ഇത് ആക്ച്വൽ കർത്താവിൻ്റെ ശരീരവും രക്തവും ആണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നത് തന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയിട്ട് എൻ്റെ വ്യക്തിപരമായ ലൈഫിൽ ഞാൻ കാണുന്നു. പിന്നെ വിശുദ്ധരൊരുമിച്ചുള്ള കൂട്ടായ്മ, 2000 വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരുടെയും സകല നന്മകളും, ആ നന്മകൾ മുഴുവൻ അടിഞ്ഞുകൂടി കിടക്കുന്ന, അല്ലെങ്കിൽ അതിനാൽ മുടിചൂടി നിൽക്കുന്ന ആ സഭയുടെ ഐശ്വര്യത്തിലേക്ക് പങ്കാളിയാകുക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ 2000 വർഷം ആ അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ പാരമ്പര്യം അതിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ കഴിഞ്ഞ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയിലോ ആരംഭിച്ച ഒരു പിന്തുടർച്ചയില്ലാത്ത ഒരു കാര്യത്തിൻ്റെ ഭാഗമല്ല ഇത്. 2000 വർഷമായി ഇങ്ങനെ തുടർമാനമായി വരുന്ന ആ അപ്പോസ്തോലിക അധികാരത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലൂടെ ആ ട്രൂ ചർച്ചിലേക്ക്, യഥാർത്ഥ സഭയിലേക്കുള്ള ഒരു എൻട്രിയാണ് ലഭിച്ചത്. അതാണ് അങ്ങനെ കുദാശ ജീവിതം എടുത്തു പറയണ, ഒത്തിരി പറയണം. കുദാശ ജീവിതം സാക്രമെൻ്റ് ലൈഫിൽ തന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് അനുഭവിക്കുന്നത്. മറ്റേ നമ്മൾ പ്രേയറിന് പോകുന്നു, ജസ്റ്റ് കൈയടിച്ച് ആരാധിക്കുന്നു, ഒരു കീബോർഡിൻ്റെ മാസ്മരികതയുടെ മുമ്പിൽ നമ്മളും കുറച്ച് സമയം വചനം കേൾക്കും, തിരിച്ചു വരുന്നു. ഇതിപ്പോൾ കുദാശകളിലൂടെയുള്ള ഒരു ജീവിതമാണ്, കുദാശ ജീവിതമാണ്. അപ്പം അതിൻ്റെ ഒരു ഡെയിലി ലൈഫിലുള്ള വ്യത്യാസം വേറെയാണ്. ഹോളി ഫാമിലിയുടെ ബ്ലെസ്സിങ് വേറെയാണ്. കുടുംബജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ആ ഒരു കാറ്റഗിസത്തിൻ്റെ ഫോളോയിങ്, സൺഡേ സ്കൂൾ, നമുക്കുള്ള മതപഠനങ്ങൾ, അതെല്ലാം കുഞ്ഞുങ്ങളിൽ തന്നെ വരുത്തുന്ന വ്യത്യാസം. ചിട്ടയായ പ്രാർത്ഥനാ ക്രമങ്ങൾ, വീടൊരു അൽത്താരയായി മാറുന്ന പുണ്യാവസ്ഥ,
വീട്ടിലൊരു അൽത്താല സൃഷ്ടിക്കുന്ന പുണ്യാവസ്ഥ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് അതിനകത്ത് വരുന്നത്. കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന ആ സമയത്ത്, പുനരൈക്യപ്പെട്ട സമയത്ത് ബ്രദറിന് നേരെ ഒത്തിരിയേറെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് ബ്രദർ അതിജീവിച്ചത്? വിമർശനങ്ങളെന്ന് പറയുന്നത് ആക്ച്വലി ഓരോ വ്യക്തികൾ കാണുന്ന വിശാല വീക്ഷണങ്ങളാണ്. ഇപ്പോൾ ഒരാൾ കാണുന്ന ആംഗിളായിരിക്കത്തില്ല വേറൊരാൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അതൊരു വിമർശന കാരണമാണ്. ഇപ്പോൾ ഞാനെടുത്ത ഈ തീരുമാനവും തികച്ചും വ്യക്തിപരമായിരുന്നു. വ്യക്തിപരമെന്ന് പറയുമ്പോൾ തന്നെ ഈ ന്യൂസിലാൻഡ് മുതൽ കാനഡ വരെ എല്ലാ രാജ്യങ്ങളും വിസ്തൃതമായി കിടന്ന ഒരു സമൂഹത്തിൻ്റെ മുൻനിരയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമെന്ന് പറയാനും കഴിയില്ലായിരുന്നു. ഞങ്ങൾ ഒരു കൂട്ടായിട്ടെടുത്ത ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ആ സമയത്ത് ഏൽക്കേണ്ടി വന്നു. വിമർശനങ്ങളൊന്നും ഏൽക്കേണ്ടി വന്നത് വ്യക്തിപരമല്ലായിരുന്നു, ഉപദേശപരമായിരുന്നു. ഉപദേശപരമായിരുന്നതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ളവയെ പോലും അവഗണിക്കുന്ന ഒരു ശൈലിയായിരുന്നു ഞാൻ പിന്തുടർന്നത്. വിമർശനങ്ങളിൽ നമ്മൾ 3 അപ്രോച്ചുകളാണ് പ്രധാനമായിട്ട് സ്വീകരിക്കാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിരുന്നത്. ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതിൽ കറക്റ്റഡ് ആകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടു. എന്നെ വിമർശിച്ചപ്പോൾ വിമർശിച്ചവരുടെ പിന്നിലെ ഇൻറ്റൻഷൻ ഞാൻ അന്വേഷിച്ചു. എന്നെ തളർത്താനാണോ തകർക്കാനാണോ അതോ എന്നെ വളർത്താനാണോ അല്ലെ എന്നെ പണിയാനാണോ? തകർക്കാനും തളർക്കാനും വന്ന വിമർശനങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തിട്ടില്ല. എന്നാൽ എന്നെ കറക്റ്റ് ചെയ്ത് എന്നെ വളർത്താൻ ഉദ്ദേശിച്ച വിമർശനങ്ങളെ ഞാൻ ശിരസാ വഹിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്കെതിരെ പോയി വേറൊരു വീഡിയോ ചെയ്യുക, മറുപടി കൊടുക്കുക, അങ്ങനെ ഒരു ശൈലി പിന്തുടർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധപൂർവം അതിനെ വിട്ടുകളയുക എന്നുള്ള ശൈലിയായിരുന്നു അവലംബിച്ചിട്ടുള്ളത്. പിന്നെ എതിരെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമ്മളൊരു സാമൂഹ്യ മനുഷ്യനാണ്. ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് സ്പിരിച്വലായിട്ടുള്ള കാര്യം, ഞാൻ 365 ദിവസം 474 മീറ്റിംഗ് ചെയ്യുന്ന ഒരു തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോക്ക്ഡൗണിന് മുമ്പ്. എല്ലാ സ്ഥലങ്ങളിലും മീറ്റിങ്ങുകൾ കാര്യങ്ങളുമായിട്ട്. അപ്പോൾ എനിക്കൊരു ഇടവേള കിട്ടിയൊരു സമയമാണ് ശരിക്കും. ഒരു 12 വർഷത്തിനിടയിൽ കിട്ടിയ ഒരു ഇടവേളയായിരുന്നു ഈ ലോക്ക്ഡൗൺ ടൈം. അപ്പോൾ ആ ഇടവേള ടൈമിൽ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ആൾക്കാർക്ക് കൊടുക്കാനല്ല, എനിക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ പ്രചോദനം ആകട്ടെ എന്ന് വിചാരിച്ച് ഈ ഒഴിവുവേളകൾ ആനന്ദപ്രദമാക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്ത് കത്തോലിക്ക സഭയിൽ പോയ ശേഷം ഇതാണിപ്പോൾ പരിപാടി, കുക്കിംഗ് ആണ് ഒക്കെ പറയുമ്പോൾ അതൊരു ഒരു നിലവാരം കുറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അതിനൊക്കെ എതിരെ മറുപടി പറയാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയിലാണ്. കാരണം അതെല്ലാം ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതൊന്നും രഹസ്യമായിട്ട് ചെയ്യുന്നില്ല, എല്ലാവരും കണ്ടോട്ടെ എന്ന ചിന്തയിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അതിലൊരു 95% പേരും വളരെ പോസിറ്റീവായിട്ടാണ് അതിനെല്ലാം കാണുന്നത്. പിന്നെ ഈ 5% വിമർശിക്കുന്നതിനെതിരെ മറുപടി പറയാൻ പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു മോറൽ സൈഡ്. ഇനി ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ്, ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ എന്നെ നോക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു വചനമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാത്ത ഒരാക്ഷേപം ആരെങ്കിലും പറയുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. അപ്പോൾ ആ ഒരു വചനം എപ്പോഴും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്നെ ഒരാൾ വിമർശിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്നുവെങ്കിൽ ആ വിമർശിച്ച വ്യക്തിയെ ഞാൻ അഭിനന്ദിക്കുകയല്ലേ വേണ്ട. കാരണം സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം ഉണ്ടാകാൻ കാരണം ആ വിമർശിച്ച വ്യക്തിയല്ലേ, അല്ലേ? സ്വാഭാവികമായിട്ടും സ്വർഗീയ പ്രതിഫലം ഞാൻ വാങ്ങാൻ കാരണം ആ വിമർശിച്ച വ്യക്തിയാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തെ റിവാർഡ് ചെയ്യേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തെ കൂടുതൽ ആദരവോടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ഒരു അപ്രോച്ചിലാണ് അതിനെ കാണുന്നത്. പിന്നെ അതിൻ്റെ അത് കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് മേഖലകളുണ്ട്. മനുഷ്യരെല്ലാം അപൂർണരാണ്. അപ്പോൾ എന്നിൽ ഒത്തിരി കുറവുകളുണ്ട്. അതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ഈ വിമർശിക്കുന്നവരെല്ലാം വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വേദി പങ്കിട്ടവരോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചവരോ വളരെ അടുത്തറിയാവുന്നവരോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തറിയുന്നതോടുകൂടി ആ അകലം മാറും, കൂടുതൽ അടുപ്പത്തിലേക്ക് ആവുമെന്ന് വിചാരിച്ച് അവരെ ഇപ്പോഴും സ്നേഹിക്കുക, നേരിട്ട് കാണാനും
അവരെ കൂടുതൽ അടുക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നോക്കി പാർക്കുക. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ടേക്ക്.